Welcome back to Bosco Campus Vision. This is the 35th lecture of Web Design and Production for Business. Topic Tables in HTML Part 1. Tables in HTML. In a document, tables provide a convenient method for ordering presentation of information. Tables arrange the content in the form of rows and columns. In a web page, text, image, hyperlink, etc. can be arranged as table. The table tag forms the container for a table. Rows are specified by tr tag and the th tag specifies the heading cells and td encloses the normal data cells. ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോസ് ആയിട്ടും കോളംസ് ആയിട്ടും അറേഞ്ച് ചെയ്ത് കണ്ടൻസിനെ റോസ് ആയിട്ടും കോളംസ് ആയിട്ടും അറേഞ്ച് ചെയ്യുന്നതിനാണ് ടേബിൾസ് എന്ന് നമ്മൾ പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു കൺവീനിയൻറ്റ് മെത്തേഡായിരിക്കും. അപ്പോൾ നമ്മൾ HTMLൻ്റെ അകത്ത് നമുക്ക് ടേബിൾസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇമേജിനെയോ അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്കോ എന്തുമായിക്കോട്ടെ നമുക്ക് ടേബിൾസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ടേബിൾ എന്ന് പറഞ്ഞ ടാഗ്. TABLE ടേബിൾ എന്ന് പറഞ്ഞ ടാഗ്. അതിനൊരു ക്ലോസിങ് ടാഗും ഉണ്ട്. അപ്പോൾ ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ ടാഗാണ്. ആ ടേബിൾ എന്നുള്ള ടാഗിൻ്റെ അകത്ത് നമ്മൾ ഒരു റോയെ, അതായത് റോസായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റാസ് ആഡ് ചെയ്യുന്നത്. അപ്പം ഒരു റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി TR എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുന്നത്. അതും ഒരു കണ്ടെയ്നർ ടാഗാണ്. എന്ത്, TRന് ക്ലോസിങ് ടാഗും ഉണ്ട്. ഇനി ഹെഡിങ്, ഡേറ്റ ഹെഡിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ TH എന്നുള്ള ടാഗും അതുപോലെ തന്നെ നോർമൽ ഡേറ്റാസൊക്കെ നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് TD എന്നുള്ള ടാഗുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗുകളാണ് ടേബിൾ എന്ന് പറഞ്ഞ ടാഗ്. അതുപോലെ തന്നെ TR മീൻസ് ടേബിൾ റോ എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. TH ആണെങ്കിൽ എന്താണ്, ടേബിൾ ഹെഡിങ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും. TD ആണെങ്കിൽ ടേബിൾ ഡേറ്റ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും. ഇത്രയും ടാഗുകളാണ് മസ്റ്റായിട്ട് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത്. The table is a container tag which encloses the whole table. ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കണ്ടെയ്നർ ടാഗാണ്. നമ്മൾ ടേബിളിനെ എൻക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. The table tag has a number of attributes that determine the general layout of the table. ടേബിളിൻ്റെ ലേഔട്ട് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ടേബിൾ എന്ന് പറഞ്ഞ ടാഗിൻ്റെ അകത്ത് ആട്രിബ്യൂട്ടുകൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞേക്കുന്ന ബോർഡർ സ്പെസിഫൈസ് ദ തിക്നെസ് ഓഫ് ദ ബോർഡർ ലൈൻസ് അറൗണ്ട് ദ ടേബിൾ സെൽസ്. ബോർഡർ കളർ സ്പെസിഫൈസ് ദ കളർ ഫോർ ബോർഡർ ലൈൻസ്. ബോർഡർ എന്ന് പറഞ്ഞത് എന്താണ്, നമ്മൾ ആ ടേബിളിൻ്റെ ബോർഡർ ലൈനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ബോർഡറിൻ്റെ കളറാണെങ്കിൽ എന്തായിരിക്കും, ആ ബോർഡറിന് കളർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുമായിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ അലൈൻ സ്പെസിഫൈസ് ദ ടേബിൾ അലൈൻമെൻറ്റ് ഇൻ ദ വിൻഡോ. അതായത് ടേബിളിന് നമുക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അലൈൻ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ BG കളർ സ്പെസിഫൈസ് ദ ബാക്ക്ഗ്രൗണ്ട് കളർ. ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് BG കളർ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ് സെൽ സ്പേസിങ് ആൻഡ് സെൽ പാഡിങ്. സെൽ സ്പേസിങ് എന്തിനു വേണ്ടിയിട്ടാണ്, ഇറ്റ് സ്പെസിഫൈസ് ദ സ്പേസ് ടു ബി ലെഫ്റ്റ് ബിറ്റ്വീൻ ടേബിൾ സെൽസ്. And then cell padding specifies the space between cell border and content. So these are the main attributes used in table tag. Then what is a TR tag? Table rows are defined by TR tag. Each row cell tag pairs opening TR and closing TR. TR എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു കണ്ടെയ്നർ ടാഗാണ്. ഒരു റോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫസ്റ്റ് റോയെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ TR എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നു. അത് ക്ലോസും ചെയ്യുന്നു. ദ അലൈൻ ആട്രിബ്യൂട്ട് ഡിറ്റർമിൻസ് ദ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് ഓഫ് ദ ടെക്സ്റ്റ് ഇൻ ദ റോ. അതായത് TR എന്ന് പറഞ്ഞ ടാഗിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അലൈൻ ആട്രിബ്യൂട്ട്. അതുപോലെ തന്നെ ദ ആട്രിബ്യൂട്ട് വാല്യൂസ് ദാറ്റ് ക്യാൻ ബി ഗിവൺ ആർ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ ഓർ ജസ്റ്റിഫൈ. അതായത് ഈ അലൈൻ എന്നുള്ള ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെഫ്റ്റ്, റൈറ്റ് അല്ലെങ്കിൽ സെൻറ്റർ അല്ലെ ജസ്റ്റിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ ദ BG കളർ ആട്രിബ്യൂട്ട് ക്യാൻ ബി യൂസ്ഡ് ടു സെറ്റ് എ ബാക്ക്ഗ്രൗണ്ട് കളർ ഫോർ ദ റോ. നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ആ റോയ്ക്ക് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ TR എന്നുള്ള ടാഗിൻ്റെ അകത്ത്
BG color is equal to നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൻ്റെ നെയിമോ അല്ലെങ്കിൽ കോഡോ എന്തെങ്കിലും നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ടേബിൾ എന്നുള്ള ടാഗിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ആട്രിബ്യൂട്ട് കൊടുത്ത് എന്താണ് BG കളർ കൊടുക്കുകയാണെങ്കിൽ ടേബിളിൻ്റെ ഹോൾ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. ഇത് TR എന്നുള്ള നമുക്ക് TRൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടാഗിൻ്റെ അകത്താണ് ഈ BG കളർ എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സ്പെസിഫൈഡ് റോയ്ക്ക് മാത്രമായിരിക്കും കളർ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം TR ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ ടാഗാണ്. എന്താണ്, ടേബിൾ റോയെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TR ടാഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് TH ടാഗ് ആൻഡ് TD ടാഗ്. TH ടാഗ് ഡിഫൈൻസ് ദ ഹെഡിങ് സെൽസ് ഇൻ ദ ടേബിൾ. അതായത് നമ്മുടെ ടേബിളിൻ്റെ ഇപ്പോൾ ഹെഡിങ് നെയിം, റോൾ നമ്പർ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് ഹെഡിങ്ങുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് THൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത്. The content of heading cells are given in between container tag pairs TH and closing TH. അതായത് എന്തെങ്കിലും ഹെഡിങ്ങുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് TH എന്ന് പറഞ്ഞ ഹെഡിങ് ടാഗ് യൂസ് ചെയ്യുന്നത്. Then the heading cells are displayed in bold face and center. ഹെഡിങ് സെൽസ് എപ്പോഴും ബോൾഡ് ഫേസിൽ, അതായത് ഒന്ന് ബോൾഡായിട്ട്, അതായത് നോർമൽ ഡേറ്റാസിൽ നിന്നും ഒന്ന് ബോൾഡായിട്ടായിരിക്കും ഇത് കാണുന്നത്. സെൻറ്റർ അലൈൻ ചെയ്ത് ഇട്ടിരിക്കും. Then TD is the container tag to enclose table data. നോർമൽ ഡേറ്റ വാല്യൂസ് ഒക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് TDക്കകത്ത് കൊടുക്കുന്നത്. TD, the normal data cells of the table is given in between opening TD and closing TD pairs. അപ്പോൾ നമ്മൾ പറഞ്ഞു ടേബിൾ എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് TR എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നു. ദെൻ TH എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഹെഡിങ് സെൽസിന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ TD യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ നോർമൽ ഡേറ്റാസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് TD കൊടുക്കുന്നത്. ഈ ടാഗുകളെല്ലാം എന്താണ്, കണ്ടെയ്നർ ടാഗാണ്. ദെൻ ഒരു എക്സാമ്പിൾ നോക്കിയേ, ഒരു ജസ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. നോക്കിയോണേ, HTML എന്തിനു വേണ്ടിയിട്ടായിരുന്നു, HTML എന്നുള്ള പ്രോഗ്രാം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് HTML എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നു. പിന്നെ എന്താണ്, ഹെഡ് കൊടുത്തു, അതുപോലെ തന്നെ ടൈറ്റിൽ കൊടുത്തു. നമ്മൾ ടേബിളിൻ്റെ ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ടേബിൾ എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ടേബിൾ അതുപോലെ തന്നെ ടൈറ്റിൽ ക്ലോസ് ചെയ്തു, നമ്മൾ ബോഡി ഓപ്പൺ ചെയ്തു. ബോഡി ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗ് കൊടുത്തു. ഏത്, ടേബിൾ എന്നുള്ളത് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് റോ ശ്രദ്ധിക്കണേ, TR എന്നുള്ള ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ആ റോ ക്രിയേറ്റ് ചെയ്ത ശേഷം ഹെഡിങ് കൊടുക്കുകയാണ് TH, അതായത് റോ മോഡലിൽ പോകാൻ വേണ്ടിയിട്ട് THൻ്റെ അകത്ത് നെയിം കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം THൻ്റെ അകത്ത് ഏജ് കൊടുത്തു. അപ്പോൾ എന്തായിരിക്കും, നെയിം കഴിഞ്ഞ് അപ്പുറത്ത് ഏജ് വരും. മനസ്സിലാവുന്നുണ്ട്? ഇത് രണ്ട് ഹെഡിങ് ആയിട്ടായിരിക്കും വരുന്നത്. ഫസ്റ്റ് റോ എൻ്റെ കഴിഞ്ഞു, അതായത് ആ രണ്ട് കോളത്തിലായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഫസ്റ്റ് റോ കഴിഞ്ഞപ്പം TR എന്നുള്ളത് ഞാൻ ക്ലോസ് ചെയ്തു. വീണ്ടും രണ്ടാമത്തെ റോയ്ക്കകത്താണ് ഞാൻ അടുത്ത കണ്ടൻറ്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ TR വീണ്ടും ഓപ്പൺ ചെയ്യണം. TD നോർമൽ ഡേറ്റ കൊടുക്കുന്നത് ജിൽ എന്നൊരു നെയിമും TD ക്ലോസ് ചെയ്തു. വീണ്ടും TD ഓപ്പൺ ചെയ്തു. എന്താണ്, ഏജ് 50 കൊടുത്തു. TD ക്ലോസ് ചെയ്തു. രണ്ട് ഡേറ്റാസ് കൊടുത്തു കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു, TR ഞാൻ ക്ലോസ് ചെയ്തു. അപ്പം മനസ്സിലാവുന്നുണ്ടോ, ടേബിൾ എന്നുള്ള ടാഗ് ഞാൻ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഹെഡിങ് ടാഗുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് TR എന്നുള്ള ഫസ്റ്റ് റോയ്ക്കകത്ത് TH ഞാൻ നെയിമും ഏജും കൊടുത്തു. TR ക്ലോസ് ചെയ്തു. അതിൻ്റെ ഡേറ്റ വാല്യൂസ് കൊടുക്കാൻ വേണ്ടി വീണ്ടും ഞാൻ ഒരു റോയും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് TR ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം TDക്കകത്ത് ജില്ലെന്നും അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു TDക്കകത്ത് 50 എന്നുള്ള ഏജും കൊടുത്തു. TR ക്ലോസ് ചെയ്തു. അടുത്ത ഒരു TRും കൂടെ ഞാൻ ഓപ്പൺ ചെയ്തു. അതിൻ്റെ അകത്ത് TDക്കകത്ത് ഞാൻ ഡേറ്റ കൊടുത്തു, ഈവ് എന്നുള്ള ഒരു പേരും അതുപോലെ തന്നെ TDക്കകത്ത് 94 ഏജും കൊടുത്തു. വീണ്ടും എന്ത് ചെയ്തു, TR ക്ലോസ് ചെയ്തു. ഈ രണ്ട് ഡേറ്റാസ് ആയിരിക്കും ഞാൻ കൊടുത്തത്. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു, എൻ്റെ ടേബിൾ ഞാൻ ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ അടുത്ത ബോഡി ക്ലോസ് ചെയ്തു. പിന്നെ ലാസ്റ്റ് HTML ക്ലോസ് ചെയ്തു. ഔട്ട്പുട്ട് നോക്കിയേ, ബോർഡർ ടേബിളിന് കൊടുക്കാത്തതുകൊണ്ടാണ് ടേബിളിൻ്റെ ബോർഡർ വരാഞ്ഞത്. ഇനി ഞാൻ അഥവാ ടേബിളിൻ്റെ അകത്ത് ബോർഡറിന് സ്പെസിഫൈ ചെയ്ത് ബോർഡർ = 2 എന്നോ വല്ലതും കൊടുത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്തു, ആ ബോർഡർ വന്നേനെ. ഇപ്പം ഞാൻ ബോർഡർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് ഔട്ട്പുട്ട് ഒരു ടേബിൾ ഫോർമാറ്റിൽ കണ്ട നെയിം, ഏജ് അതുപോലെ തന്നെ ഡേറ്റാസ് എന്ത് ചെയ്തു, ജില്ല്, ഏജ് 50, EU 94.
മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കും ഈ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഇതെങ്ങനെയാണ് ഈ ടേബിൾ ഫോർമാറ്റ് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ എന്നുള്ള ടാഗ്, അതുപോലെ തന്നെ റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് TR, അതുപോലെ തന്നെ ഹെഡിങ് ടാഗിന് വേണ്ടിയിട്ട് TH എന്നും, അതുപോലെ തന്നെ നോർമൽ ഡേറ്റാസ് കൊടുക്കാൻ TD എന്നുള്ള ടാഗുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ഹൗ ടേബിൾസ് ആർ ക്രിയേറ്റഡ് ഇൻ HTML. ഏത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എടുത്താലും ഈ ടേബിളിൻ്റെ ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് കണ്ടിരിക്കും. അപ്പോൾ എഴുതേണ്ടത് എക്സ്പ്ലെയിൻ ഹൗ ടേബിൾസ് ആർ ക്രിയേറ്റഡ് ഇൻ HTML. ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്.